ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീരാംഗന ലക്ഷ്മി ബൈ ഝാൻസിയിൽ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ നേപ്പാൾ ട്രിപ്പിന്റെ ആദ്യത്തെ ഒരു സ്റ്റോപ്പാണ് ഝാൻസിയിൽ വരുന്നത്. നമ്മൾ ഏകദേശം 7:30 ആയപ്പോഴും നമ്മുടെ കേരള എക്സ്പ്രസ്സിൽ ഇവിടെ വന്ന് ഇറങ്ങി. ഇവിടുന്ന് എനിക്കിനി 9 മണിക്ക് ഗോരഖ്പൂരിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു കഴിച്ചു, നമ്മുടെ ഗോരഖ്പൂരിലേക്ക് പോകുന്ന ട്രെയിൻ ഏതാണ്ട് ഞാൻ അതിന് സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 മണിക്കൂർ ലേറ്റ് ആണ്. 7 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല 7 മണിക്കൂറൊക്കെ ലേറ്റ് ആകാതെ എങ്ങനെയാത്. കാരണം ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. 7 മണിക്കൂർ ലേറ്റ് ആണ്, നിങ്ങളുടെ PNR ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് മാത്രം മെസ്സേജ് വന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് പല്ലുതേപ്പും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് നമ്മുടെ ഝാൻസി ജംഗ്ഷനിൽ. അപ്പോൾ നമ്മൾ എന്തായാലും നാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്ന വീഡിയോ ഒന്ന് ഏതായാലും ഒന്ന് കണ്ടിട്ട് പോയോ. അപ്പോഴാണ് നമ്മുടെ ട്രെയിൻ വരും. ഇപ്പോഴും എനിക്ക് ഒരു പിടുത്തമില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയോ. അപ്പോഴത്തേനും നമ്മുടെ ട്രെയിൻ വരുമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ജസ്റ്റ് എടുത്തേ ഉള്ളൂ. ഏതായാലും എൻ്റെ സീറ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ്. ഇതിനടിയിൽ എൻ്റെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ. ഇതുവരെ നമ്മുടെ ട്രെയിൻ അടിപൊളി ക്ലീൻ ആണ്. നോക്കി, വാഷ് ബേസിനാണെങ്കിലും നമ്മുടെ ടോയ്ലറ്റ് ആണെങ്കിലും അടിപൊളി ക്ലീൻ ആണ്. ഏകദേശം 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഞാൻ എന്തായാലും ഒന്നുകൂടെ കാണിച്ചു തരാം. വാവ്, 2 സൈഡിൽ വേസ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നൊരു കാര്യമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെയൊക്കെ നല്ല അലമ്പാനായിട്ടുള്ളതാണ് കേട്ടോ. വൈക്കം റൂട്ടിലാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ. നമ്മുടെ കേരള എക്സ്പ്രസ്സിന് വൈക്കം റൂട്ടിൽ സ്റ്റോപ്പ് ഉണ്ട്. ഒരുപാട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾക്കൊന്നും ഇവിടെ സ്റ്റോപ്പില്ല. പ്ലാറ്റ്ഫോം നമ്പർ 2 ഏതോ ഒരു ട്രെയിൻ നിർത്താതെ പോകുന്നുണ്ടല്ലോ. ഏതാണത്? നാഗർകോവിൽ ഷാലിമാർ. ഓ, നമ്മുടെ ഷാലിമാർ. ഈ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ ദിബ്രുഗഡ്, നമ്മുടെ വിവേക് എക്സ്പ്രസ് ഉണ്ടല്ലോ, അതിനൊരു കോമ്പറ്റീഷൻ ആയിട്ടിരിക്കുന്ന ട്രെയിനാണ്. വിവേക് എങ്ങനെയാണോ അതേ രീതിയിൽ അലമ്പായിട്ടിരിക്കുന്ന ട്രെയിനാണ് ഇതും. പക്ഷെ നോക്കിയേ, ഇപ്പോഴും ICF-ലാണ് ഓടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ഓടുന്ന വണ്ടിയായിട്ട് പോലും ഇപ്പോഴും അത് ICF-ലാണ് കേട്ടോ ഓടുന്നത്. LHB കോച്ചിലേക്ക് മാറ്റിയിട്ടില്ല. മാറ്റുമായിരിക്കും. വിവേക് എക്സ്പ്രസ് എത്രത്തോളം അലമ്പാന്നുള്ള കാര്യം നമുക്കറിയാം. അതേ രീതിയിൽ അലമ്പായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അതും. പക്ഷെ എന്നാലും അതെന്താ ICF-ൽ ഇപ്പോഴും ഓടുന്നത്? നമ്മുടെ കേരളത്തിൽ ഇപ്പം നല്ല തുലാവർഷം, ഈ തുലാമഴ പെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പം എല്ലായിടത്തും വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും തന്നെ ഇങ്ങനെ കാർമേഘം മൂടും. ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എനിക്കിത് എന്തായാലും മിസ് ചെയ്യും. കാർമേഘം മൂടിയിട്ട് ഭയങ്കരമായിട്ട് ഇടിവെട്ടി മഴ പെയ്യും. അതാണല്ലോ ഈ തുലാമഴ. ഇത് കണ്ടില്ലേ, അടിപൊളിയാണ്. ഈ പ്രത്യേകിച്ച് ഇങ്ങനെ പാടം അതുപോലെ തെങ്ങൊക്കെ എൻ്റെ മണ്ടയിൽ നല്ല കാർമേഘം മൂടി നിൽക്കുമ്പോൾ ചെറിയൊരു വെയിലും ഉണ്ട്, അതിൻ്റെ മണ്ടയിൽ കാർമേഘമുണ്ട്. ഗൈസ്, നമ്മുടെ ഈ ഒരു ട്രെയിൻ യാത്രയ്ക്കകത്ത് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൊണ്ടുവന്നേക്കുന്നതിൻ്റെ ഒരു സാധനമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടേ, ചപ്പാത്തി ഉണ്ടോ? ഇത് അമ്മ എനിക്ക് ഉച്ചയ്ക്ക് ചുട്ടുകൊണ്ട് വന്ന ചപ്പാത്തിയാണ്. ഇതൊരു 10-24 എണ്ണം ഉണ്ട്. നമ്മുടെ ഒരു 3-4 ദിവസത്തെ യാത്രയ്ക്ക് മുഴുവൻ കഴിക്കാനുള്ള ചപ്പാത്തി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ പൈനാപ്പിൾ ജാമും പിന്നെ നമ്മുടെ പീനട്ട് ബട്ടറും. നൈസ് കോമ്പിനേഷനാണ്. അതായത് പൈനാപ്പിൾ ജാമും ഏതെങ്കിലും ജാമും പീനട്ട് ബട്ടറും ചപ്പാത്തിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. ന്യൂസിലേക്കൊക്കെ ബാക്ക് പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇത് പീനട്ട് ബട്ടർ മാത്രമാണെങ്കിൽ സെറ്റ് ആകത്തില്ല, കുറച്ച് ജാം കൂടെ അതിൻ്റെ കൂടെ വേണം. ഏത് ജാമിനോട് ഉപയോഗിക്കാം. മിക്സ്ഡ് ഫ്രൂട്ട് ജാമില്ലേ, അത് നൈസാണ്. പൈനാപ്പിൾ നൈസാണ്. ഞാൻ പൈനാപ്പിൾ എടുത്തേക്കണേ. ഇതുണ്ടല്ലേ, ജാം വിത്ത് പീനട്ട് ബട്ടർ. എറണാകുളം ടൗൺ എത്തി കേട്ടോ. അതായത് നമ്മുടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഏതാണ് ഈ ട്രെയിൻ? വാബ് 4 ഏർനാട് എക്സ്പ്രസ്. നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം സെൻട്രലിലെ ഏർനാട് എക്സ്പ്രസ് ആണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ട്രാക്കുകളൊക്കെ 100 കിലോമീറ്റർ സ്പീഡിൽ പോകാനായിട്ടുള്ളത് ഫുള്ളാക്കുവാണ് കേട്ടോ. അങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കിന് ഇപ്പം നിലവിലോടുന്ന എല്ലാ ICF കോച്ചും, അതായത് ഈ കോച്ചില്ലേ, പഴയ കോച്ചുകൾ, അതൊക്കെ മാറിയിട്ട് പുതിയ ഈ LHB കോച്ച്, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ടൈപ്പിൽ LHB കോച്ച് ആക്കാൻ പോവാന്ന് എവിടെ ഒരു ന്യൂസിനകത്ത് കണ്ടായിരുന്നു. നമുക്ക് എറണാകുളം ടൗണിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. കോട്ടയത്ത് നിന്ന് പാതി ഫില്ല് ചെയ്തെടുത്ത വെള്ളമാണ്. കുറച്ച് മുന്നിൽ പോയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു, തണുത്ത വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കത് പോയി ഫില്ല് ചെയ്തെടുക്കണം. അതിനിപ്പുറം വണ്ടി എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചാടി കയറാം. കാരണം ഇത് 5 ലിറ്ററിൻ്റെ ക്യാനാണ്. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. വെള്ളം എടുത്തുകൊണ്ട് ഇരുന്നൊരു 10 മിനിറ്റ് കഴിക്കുമ്പോഴത്തേനും ട്രെയിൻ എടുത്തോട്ടോ. പിന്നെ ഞാനൊരു AC-ക്കകത്ത് ചാടി കയറി. എന്നാലും കുറച്ച് വെള്ളം എടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഒന്ന് ആലോചിച്ചേക്ക്, ഇതിൽ 5 ലിറ്റർ ഉണ്ട്.
ഇതിന് പകരം ഞാൻ ഒരു 5 കുപ്പിയായിട്ട് കയറണേ. കുറച്ചായിട്ട് വരെ എനിക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം ഇതിനകത്തുണ്ട് കേട്ടോ. എ സിക്കകത്തോടെ നടന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ സ്ലീപ്പറിലെത്തിയിരുന്നു. വടക്കാഞ്ചേരി എത്തി. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെയൊക്കെ അത്യാവശ്യം പരിപാടിയൊക്കെ ആയിട്ട് എണീറ്റപ്പത്തിന് നല്ല മഴ കഴിഞ്ഞിട്ട് വെളിയൊന്ന് നോക്കിയപ്പോഴത്തേക്കിനും വടക്കാഞ്ചേരി എത്തി. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സ്റ്റേഷനൊക്കെ ഈ മഴക്കാലത്ത് കാണാൻ ഭയങ്കര രസം കേട്ടോ. നമുക്കിവിടെ സ്റ്റോപ്പുള്ളതല്ല, ഇതോ ഒരു ട്രെയിൻ പോകാനായിട്ട് ഇവിടെ പിടിച്ചിട്ടേക്കാണ് കേട്ടോ. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലും സ്റ്റേഷനും ഒക്കെ മെയിനായിട്ട് സ്റ്റേഷനിലാട്ടോ വരാറുള്ളത്. ഇങ്ങനെ ഒരു സാധനം കണ്ടുണ്ടോ, ട്രാക്കിന് നടക്കുക. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു ബോഗി പാളം തെറ്റാനുള്ള ടെൻഡൻസി കാണിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് പാളം തെറ്റി വെളി പോകാതിരിക്കാനായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് മെയിനായിട്ട് കെർവുകളിൽ, അതുപോലെ ഈ സ്റ്റേഷനുകളിൽ ഇത്തിരി അപകടം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വരാറുള്ളത്. അതിപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കെർവിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മുഴുവൻ ബോഗിയും പുറത്ത് പോകാതിരിക്കാനായിട്ടാണ് ഈ ഒരു സാധനം ചെയ്യുന്നത്. നിലവിൽ ട്രെയിൻ ഒരു കാരണവും ഇല്ലാതെ ഒരു 1/2 കിലോമീറ്റർ കൂടുമ്പോൾ നിർത്തുന്നുണ്ട് കേട്ടോ. എന്താണെന്നൊരു പിടുത്തമില്ല. പക്ഷെ നിർത്തുന്നിടത്തൊക്കെ നല്ല വ്യൂ ഉണ്ട്. അത് കണ്ടില്ലേ? ആ ബാബാ കേറിക്കോ. വണ്ടി പോയിട്ട് പോകാൻ നിന്നാ സമയം എടുക്കും. ആണോ? ഓ കെട്ടിയിട്ടുണ്ടോ? അതുണ്ടല്ലേ, ആ ചേട്ടൻ അപ്പുറം നിൽക്കുമായിരുന്നേ. പശുവിനെ അവിടെ കെട്ടിയിട്ടുണ്ട്, അഴിക്കാനായിട്ട് പോവാ. ഇതുവഴി കയറിക്കോട്ടെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മരോളെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ പോയിട്ട് വേണം പുള്ളിക്ക് ക്രോസ് ചെയ്യാനായിട്ട്. അത്ര നേരം വെറുതെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? പശുവിനെ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഒരു വൈകിട്ട് ഒരു 7:30 തൊട്ട് ഒരു 9:30-10 മണി വരെ ഉണ്ടല്ലോ, നമ്മൾ എല്ലാവരും ഡിന്നർ കഴിക്കുന്ന ടൈമിലായിരിക്കും. ഇതുണ്ടല്ലേ, നമുക്ക് ഇവിടെ തൊട്ട് അങ്ങ് വരെയുള്ള കോച്ചിലേക്ക് നടന്നു പോകുകയാണെങ്കിൽ എല്ലാവരും ഡിന്നർ കഴിക്കുകയാണ്. ഗൈസ്, ഒത്തിരി ലേറ്റ് ആകാതെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. മമ്മി നല്ല പാക്ക് ചെയ്ത് നല്ല അടിപൊളി ചോറാണ് കേട്ടോ. ഇതൊരു ഓംലേറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങ് കറി, പിന്നെ എന്താ തോരനാണ് കേട്ടോ. പിന്നെ 2 മീൻ വറുത്തമുണ്ട്, മറ്റേ കൊണ്ടാട്ടമുളകില്ലേ അത്, പിന്നെ ചമ്മന്തി. മംസ് മാജിക്. അപ്പോൾ സമയം 10:30 നമ്മൾ തിരുപ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമില്ല, കിടക്കാനായിട്ട് പോകണ നമ്മുടെ ഹോം ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഈ സീറ്റ് അല്ല എൻ്റേത്, എൻ്റെ സീറ്റ് താഴത്തെയാണ് കേട്ടോ, ഏറ്റവും താഴത്തെ. അപ്പം ഇവിടെ സീറ്റ് കിട്ടിയേക്കുന്ന ഒരു വെല്ലുമ്മയ്ക്കാണ്, താഴെ ഇരിക്കുന്ന വെല്ലുമ്മയ്ക്ക്. അപ്പോൾ അവർക്ക് മുകളിലേക്ക് കയറാൻ പാടായതുകൊണ്ട് ഞാൻ തന്നെ കയറി. പക്ഷെ ഇവിടെ കിടന്നാലൊരു ഉപയോഗം കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് താമസിച്ച് എണീക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ താഴെയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് എണീക്കണം. ഇവിടെ ആകുമ്പോഴത്തേക്കും കുറച്ച് താമസിച്ച് എണീറ്റാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ കാണാം കേട്ടോ. ബൈ. 7 hours later. സമയം രാവിലെ 10:50 കേട്ടോ. രാവിലെ 7:30 നെല്ലൂർ നിർത്തിയ വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പം നിർത്തുന്നത്. വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കി കിടക്കണം കേട്ടോ. ഓ, ഇവിടെ എന്തോ വർക്ക് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇതുപോലെ മറ്റേ 1 ലിറ്റർ വെള്ളം 5 രൂപയ്ക്ക് കിട്ടുന്ന ഇതുണ്ട്. പക്ഷേ അവിടെ പെട്ടെന്ന് നിറയും കേട്ടോ. ഏത് കോച്ചാണോ അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ. ഞാൻ ഇനി ഫില്ല് ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം ടൈം എടുക്കുമായിരിക്കും. പക്ഷേ ഇവിടെ കുറച്ച് നേരം നിർത്തി ഇടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാ കോച്ചിലും ടോയ്ലറ്റിലെ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാരൊക്കെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നശിപ്പിച്ചിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല മുഴുത്ത പേരൊക്കെ വെക്കുന്നു. പാൻട്രിക്കകത്തും തീർന്ന സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളും വെള്ളമൊക്കെ. ദീദി 1 ലിറ്റർ. ഇത് 1 ലിറ്റർ. താങ്ക് യു. നിറച്ചൊന്നും കിട്ടിയിട്ടില്ല. ഇതിനി 1 ലിറ്ററിന്റെ കുപ്പിയാണോ 1 ലിറ്ററിനെ കഴിഞ്ഞും കൂടുതലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. 5 രൂപയ്ക്ക് ഇത്രയും വെള്ളം കിട്ടി. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുത്ത് നല്ല ഫിൽറ്റർ ആക്കിയിട്ടുള്ള വെള്ളമാണ്. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇതേ ആ കിടക്കുന്നുണ്ടല്ലോ, തെന്നാലി, വിശാഖപട്ടണം തെന്നാലി ഒരു മെമ്മുവാ. നമ്മൾ നാളെ ഏകദേശം ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കിനുമാണ് ഝാൻസിയിൽ എത്തുന്നത്. എനിക്ക് എന്നിട്ട് അവിടുന്ന് 9:30 ഗോരഖ്പൂരിന് അടുത്ത ട്രെയിൻ കയറണം. ഈ ട്രെയിൻ എന്തെങ്കിലും കാരണത്തിൽ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ട്രെയിൻ കിട്ടത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ടോയ്ലറ്റിനകത്ത് എല്ലാം വെള്ളം തീർന്നെന്ന്. ഈ വിശാഖപട്ടണം വന്നപ്പോൾ അത് ഫില്ല് ചെയ്തു കേട്ടോ. പക്ഷെ നോക്കിയാൽ മേളിൽ നിന്ന് ഇത് ചോർന്നുകൊണ്ടിരിക്കുന്ന വെള്ളം. ഇതിന്റെ ടാങ്ക് വരുന്ന മേളിലാണോ? എനിക്കൊന്ന് ട്രെയിനിന്റെ ടാങ്ക് വരുന്ന. ഓ, ടാങ്ക് ഊപ്പറേ.
വർഷമായിട്ടും ഈ ഒരു സംസ്ഥാനം മാത്രം വിട്ടിട്ടില്ല. ഏതാണ്ട് 10-12 മണിക്കൂറായി. ഈ ഒരു റൂട്ട് വരുമ്പോഴത്തേനുള്ള പ്രശ്നം ഇതാ, ഈ സ്റ്റോപ്പുകളൊക്കെ ഭയങ്കര ദൂരത്തിലാണ്. നമ്മൾ കൊങ്കൺ റൂട്ട് വഴി പോകുമ്പോഴത്തേക്കിനും ഇടയ്ക്കൊക്കെ പിടിച്ച് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പിടിച്ചിടുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇറങ്ങിയൊക്കെ നിൽക്കാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയ ഉണ്ടോ, അതായത് കുറച്ച് ബോക്സുകളൊക്കെ വെച്ചിരിക്കുന്നത് ഈ അവിടെയായിട്ട് ഇവിടെയായിട്ടൊക്കെ, ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ആക്സിൽ കൗണ്ടിങ് ഏരിയകളാണ് കേട്ടോ. അതായത് ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോഴത്തേനും ആക്സിൽസ് കൗണ്ട് ചെയ്തിട്ട് അങ്ങനെ ട്രെയിൻ ഏത് ടൈമിലാണ് കടന്നു പോയേക്കുന്നത്, എത്ര സ്പീഡിലാണ്, എത്ര ബോഗികളുണ്ടായിരുന്നു എന്നുള്ള എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസും കൺട്രോൾ റൂമിൽ കിട്ടും കേട്ടോ. കുറേ നേരം ഓടിയിട്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് നേരം നിർത്തിയിടുന്ന ഒരു സ്റ്റേഷൻ കിട്ടിയത്. ഞാൻ ഒരു ചായയും ഒരു മിക്സർ പോലത്തെ ഒരു സാധനം വാങ്ങിച്ചു. ഇവിടെ ആസ് യൂഷ്വൽ വെള്ളം പൊക്കോണ്ടിരിക്കുന്നു. ആൾക്കാരെല്ലാം വെളിയിറങ്ങി അവരുടെ ഓരോന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടിക്കകത്ത് വെള്ളം ഫില്ല് ചെയ്യുന്നു, ആൾക്കാരുടെ കുപ്പിക്കകത്ത് വെള്ളം ഫില്ല് ചെയ്യുന്നു. ഭയങ്കര ചൂടായിരുന്നു. സന്ധ്യ ആയതുകൊണ്ട് മാത്രം ഇച്ചിരി ചൂടിന് കുറവുണ്ട്. ഇതായിരുന്നു കേട്ടോ നമ്മൾ വന്ന കേരള എക്സ്പ്രസിന്റെ ലോക്കോ. നമുക്ക് കയറിയ ടൈമിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോവാണ്. ബൈ ബൈ. സത്യം പറയുവാണെങ്കിൽ ജാൻസിയിൽ ഞാൻ പോസ്റ്റാണ്. കാരണം ഇവിടെ വന്നിട്ട് എനിക്ക് വേറെ പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇവിടെ വരുന്നു, റെസ്റ്റ് എടുക്കുന്നു, അടുത്ത വണ്ടി വരുന്നു, കയറി പോകുന്നു. പക്ഷേ ഇനി എൻ്റെ വണ്ടി വരാനായിട്ട് ഏകദേശം 7 മണിക്കൂർ സമയമുണ്ട്. ഇനി 3-3:30 കഴിയും. ഇപ്പോൾ ആണെങ്കിൽ 8 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഝാൻസി റാണിയുടെ സ്വന്തം സ്ഥലത്തേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേനും ഝാൻസി ഫോർട്ടിലേക്ക് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം.